നടനും അവതാരകനുമായ രാജേഷ് കേശവ് ഗുരുതരാവസ്ഥയിൽ. ഞായറാഴ്ച രാത്രി കൊച്ചിയിലെ സ്വകാര്യ ഹോസ്റ്റലിൽ പരിപാടിക്ക് ശേഷം കുഴഞ്ഞു വീഴുകയായിരുന്നു. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രാജേഷിനെ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കിയ ശേഷം വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി അമൽനാഥ് ചേരുന്നുണ്ട്. അമൽനാഥ്, ഇത് ഹൃദയ ആഘാതമാണോ രാജേഷ് കേശവന് ഉണ്ടായത്? എന്താണ് വിവരങ്ങൾ? ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ICUവിലാണെന്ന് അറിയാൻ കഴിയും, വെന്റിലേറ്ററിലാണെന്ന് അറിയാൻ കഴിയുന്നു. സിജു, രാജേഷ് കേശവൻ്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഈ കൊച്ചിയിലെ ഒരു സ്വകാര്യ പരിപാടിക്കിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ആ പരിപാടി കഴിഞ്ഞതിനു ശേഷം ഇദ്ദേഹം അവിടെ ഹോട്ടലിൽ കുഴഞ്ഞ് വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഇദ്ദേഹത്തെ കൊച്ചിയിലെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് ഇദ്ദേഹം കുഴഞ്ഞു വീണത് എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഹൃദയ ധമനികളിൽ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയം കൂടി നിലവിൽ ഡോക്ടർമാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ പരിശോധനകളും ചികിത്സയും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഗുരുതരമായ രീതിയിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോഴും ഉള്ളത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ ഒരു സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ചികിത്സ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചികിത്സയുടെ ഓരോ പുരോഗതിയും അതിൻ്റെ ഓരോ അപ്ഡേറ്റ്സും ഇവരുടെ ഈ ഡോക്ടർമാരുടെ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുമുണ്ട്. എന്തുതന്നെയായാലും ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്. ശരി, അമൽനാഥാണ് നടൻ രാജേഷ് കേശവൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത്. ഒരു പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു രാജേഷ് കേശവ്. ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം ഇപ്പോൾ വെന്റിലേറ്ററിൽ ആണ് എന്ന വിവരങ്ങൾ കൂടിയാണ് അമൽനാഥ് പങ്കുവച്ചത്.